ധനുഷിൻ്റെ അസുരൻ പോലെ, ധനുഷിൻ്റെ ആടുകളം പോലെ, അല്ലെങ്കിൽ ധനുഷ് ചെയ്ത ഒരുപാട് മികച്ച വേഷങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഈ സിനിമയും ചേർത്ത് വയ്ക്കാം. മാഡ് മാക്സ് മൂവി വെച്ച് കമ്പയർ ചെയ്യാൻ അത്രയ്ക്ക് സ്കെയിലുള്ള ബഡ്ജറ്റൊന്നും ഉള്ള സിനിമയല്ല. ബട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഏകദേശം അതേപോലത്തെ കളർ ടോണിങ്ങും പിന്നെ അതേപോലത്തെ ഒരു സ്ക്രിപ്റ്റും ആയിരുന്നു. ഫ്രെയിംസ് എല്ലാം നമ്മുടെ ഹോളിവുഡ് ലെവലായിട്ടുള്ള ഫ്രെയിംസ് ആണ്. നമ്മൾ ആരും വിചാരിച്ചില്ല അങ്ങനത്തെ നല്ല എല്ലാവരും വന്ന് കാണുന്ന ഒരു പടം. പടം ബ്രോ, സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ എൻ്റെ പൊന്നെ, ധനുഷ് വേറെ ലെവല്. നല്ലതായിരുന്നു. ധനുഷ് ഇഷ്ടപ്പെട്ടു. സോങ്സ് വലുതായിട്ടില്ല, ആക്ഷൻ പടമാണ്, അതിനുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. ഫൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടു. സാനികായുധം പോലെ തന്നെ ആ ഒരു വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കിടിലായിരുന്നു, എല്ലാം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പടമാണ്. സോങ്സ് അത്യാവശ്യം കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് മെയിനായിട്ട്. പിന്നെ വിഷ്വൽ ട്രീറ്റ് പിന്നെ കണ്ടു കാണുന്ന കുഴപ്പമില്ലാത്ത പടമായിരുന്നു. പിന്നെ എന്താ പറയുക, ധനുഷ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷൻ സീൻസ് ഒക്കെ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ചെയ്സ് സീൻ ഇച്ചിരി കൂടെ നന്നാക്കായിരുന്നു. പിന്നെ എന്താ പറയുക, ധനുഷിൻ്റെ സിനിമയുടെ മേക്കിംഗ് നല്ല പൊളിയായിരുന്നു. മാഡ് മാക്സ് മൂവി വെച്ച് കമ്പയർ ചെയ്യാൻ അത്രയ്ക്ക് സ്കെയിലുള്ള ബഡ്ജറ്റൊന്നും ഉള്ള സിനിമയല്ല. ബട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഏകദേശം അതേപോലത്തെ കളർ ടോണിങ്ങും പിന്നെ അതേപോലത്തെ ഒരു സ്ക്രിപ്റ്റും ആയിരുന്നു. പിന്നെ വേറെ വലുതായിട്ടൊന്നും പറയാനില്ല. കാരണം ആക്ഷൻസ് ഒക്കെ നന്നായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ചില സീൻസൊക്കെ ഗൂസ് ബംസ് അടിക്കും. പക്ഷേ ഓവറോൾ കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തിയേറ്ററിൽ കാണാം, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ട്. സോങ്സ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് വലുതായിട്ട് പറയാനില്ല. മിക്കവാറും ഒരു പാർട്ട് 2 ആയിരിക്കും, പ്രീക്വൽ ആയിരിക്കും. തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട പടം തന്നെയാണ് ഉറപ്പായിട്ടും. കാരണം മേക്കിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് ആയാലും മൊത്തത്തിലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം, ഒരു രക്ഷയില്ല. കുഴപ്പമില്ലായിരുന്നു. ധനുഷിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ നല്ല പടം. സോങ്സും മ്യൂസിക് അടിപൊളിയായിരുന്നു. എല്ലാം നല്ല സിനിമ, മസ്റ്റ് വാച്ച്. അടുത്ത് പറയേണ്ടതായിട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിരുന്നു. ഇല്ല ഒട്ടും ലാഗൊന്നുമില്ല. അങ്ങനെ പറയാം. ഒരു രക്ഷയില്ല. കംബാക്ക് എന്ന് പറയാം. നേരത്തെ പടമൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ലാഗൊന്നുമില്ല, ഫുള്ള് ഗൂസ് ബംസ് ആയിരുന്നു. പൊളി സാധനം, രക്ഷയില്ല. നല്ല ക്യാരക്ടറാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഫുൾ അടിപൊളി സംഭവങ്ങളാണ്. BGM സ്കോറിംഗ് ഒക്കെ അടിപൊളിയാണ്. സോങ്സ് നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിലുള്ളൊരു ട്രഡീഷണൽ സോങ് ഉണ്ട്, അടിപൊളിയാണ്. അടിപൊളിയാണ്. 2 മേക്ക് ഓവർ ഉണ്ട്. ആദ്യം ഒരു സോൾജറായിട്ടും പിന്നെ അടിപൊളിയായിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. സസ്പെൻസ് ഞാൻ പറയാനുള്ളത്. ഭയങ്കര നല്ല ഹോളിവുഡ് ലെവലിൽ പടമായിരുന്നു. നല്ല ഫ്രെയിംസ് ഒക്കെ സൂപ്പർ ഫ്രെയിം നൈസ് ആയിരുന്നു പടം, ഒരു രക്ഷയില്ല. അതിന്റെ സോങ്സ് ഒക്കെ നല്ല ജീവിപ്രകാശ് കിഡിലായിട്ട് മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. ഫ്രെയിംസ് എല്ലാം നമ്മുടെ ഹോളിവുഡ് ലെവലായിട്ടുള്ള ഫ്രെയിംസ് ആണ്. നമ്മൾ ആരും വിചാരിച്ചില്ല അങ്ങനത്തെ നല്ല എല്ലാവരും വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. എല്ലാം സൂപ്പർ. ധനുഷ് പടം ബ്രോ, സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ എൻ്റെ പൊന്നെ, ധനുഷ് വേറെ ലെവല്, ഒരു രക്ഷയില്ല പടം. ശിവായ് സോങ്സ് ഒക്കെ വേറെ തെറിക്കുകയാണ് തിയേറ്ററിൽ. മേക്കോർ ഓവറോൾ ധനുഷിനെ പറ്റി ഒന്നും പറയാനില്ല. സെറ്റ് മികച്ചൊരു സിനിമയാണ്. കാരണം സിനിമയിൽ പറഞ്ഞിരിക്കുന്ന വിഷയമായാലും സിനിമ എടുത്ത രീതി, അരുണിന് കയ്യടി കൊടുക്കേണ്ടത്. അരുണിൻ്റെ ഇതിനു മുമ്പിലത്തെ 2 പടങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത് രണ്ടും ചെറിയ പടമാണ്, വയലൻസിന് മുഖ്യം കൊടുത്ത പടമാണ്. റോക്കിയും സാനിക്കായതും അത് നമ്മൾ OTT-യിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഈ പടം ഒരു ലാർജ് സ്കെയിൽ പടമാണ്, ബിഗ് സ്കെയിൽ പടമാണ്. അതിന് യോജിച്ച രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റും ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്, അതിശക്തമായ രാഷ്ട്രീയം. അത് സീൻസ് വഴിയും സംഭാഷണങ്ങൾ വഴിയും ഒക്കെ ഉണ്ട്. ഒരു ഡയലോഗുണ്ട്, ദൈവം നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടോ കോവിലി കയറരുതെന്ന്. ഒരു ദൈവം ആരടുത്തും പറഞ്ഞിട്ടില്ല കോവിലി കയറുന്നത്. എല്ലാ ജാതിയും മതത്തിലും ഉള്ളവർക്കൊക്കെ കയറാം, ദൈവത്തിന് അയിത്വമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ രാഷ്ട്രീയമൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ധനുഷിനെ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി പ്രൂവനാണ്. അദ്ദേഹം കിട്ടിയ വേഷം നീതിപൂർവ്വം ചെയ്തിട്ടുണ്ട്. പിന്നെ ശിവണ്ണ കൊള്ളാം, നമ്മുടെ സന്ദീപ് കിഷൻ കൊള്ളാം. ഏറ്റവും ഒരു രസം എന്ന് പറയുന്ന പ്രിയങ്ക എന്ന് പറയുന്ന ക്യൂട്ടി ഗേളിന് ഈ സിനിമയിൽ ഒരു ബോൾഡ് റോൾ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അരുണിൻ്റെ ഒരു ഡിസിഷനൊക്കെ കൊള്ളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ജീവിയുടെ BGM, GV പ്രകാശ് കുമാർ സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ എന്ത് പ്രതീക്ഷ അതെനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടി. സോങ്സ് കൊള്ളാം. സോങ്സിനേക്കാൾ ഉപരി BGM സോങ്സ് ക്യാപ്റ്റൻ അതായത് ഓരോ ചില ഫൈറ്റിന് ഇവരൊരു സോങ്സ് വെച്ചിട്ടുണ്ട്. ആ സോങ്സിൻ്റെ ലിറിക്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ലിറിക്സും അതിനനുസരിച്ച മ്യൂസിക്കുമാണ്. ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ് പടം.
ഒരു ഹാർഡ് ഹീറ്റിംഗ് പടമാണ്, ഇൻറ്റൻസ് പടമാണ്. അല്ല, അതായത് നമ്മൾ ഇതിനു മുമ്പുള്ള പുള്ളിയുടെ സിനിമകൾ കാണുമ്പോൾ അറിയാം, പുള്ളി ഒരു വെസ്റ്റേൺ ടൈപ്പ് പടമൊക്കെ എടുത്തു കളയും, ഹോളിവുഡ് ടൈപ്പ്. അതായത് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പം ഈ സാണി കായികം അല്ലെങ്കിൽ റോക്കി ആയാലും കഥ പറയുന്ന രീതിയുണ്ട് പുള്ളിക്ക്. അതായത് ഫ്ലാഷ് ബാക്കും പിന്നെ ചാപ്റ്റർ വൈസ് കഥ പറയും, അത് നല്ല രസമാണ്. അതായത് ഓരോ ചാപ്റ്റർ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആദ്യം നമുക്ക് ചിലതെല്ലാം ഒന്നും മനസ്സിലാവില്ല ഈ ചാപ്റ്റർ വൈസ് പറയുമ്പോൾ. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സ്ക്രിപ്റ്റ് വർക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു ഏറ്റവും മികവെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പടം എടുത്ത് വെച്ചിരിക്കുന്നതല്ല, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വർക്കാണ്. അതായത് ഇന്ന കഥാപാത്രങ്ങൾ, ഇന്ന സീന്, ആ ഒരു സീൻ ഓർഡർ, എന്നിട്ട് പുള്ളി അവസാനം അടുത്ത പാർട്ടിലേക്കുള്ളൊരു ലീഡ് വിട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സ്ക്രിപ്റ്റും പിന്നെ ഇതിന് കൈയടി കൊടുക്കേണ്ട ഇതിൻ്റെ ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസ് നമുക്കിപ്പം ഗൂസ് ബംബ് അടുപ്പിക്കണമെങ്കിൽ കുറേ മാസ സീന് കൊണ്ടുപോയി. ഇത് അങ്ങനെയല്ല, ആ ഒരു ലാർജ് സ്കെയിൽ എടുത്തതേ. ഇപ്പോൾ നമ്മൾ രാജമൗലിയൊക്കെ ബാഹുബലിയിൽ ആ ആക്ഷൻ സീൻ എടുക്കുമ്പോൾ നമ്മൾ പറയും അതിലൊക്കെ VFXന് ഒരുപാട് സാധനമുണ്ട്. ഇതിൽ VFX ഉണ്ട്, എന്നിരുന്നാൽ ആ ആൾക്കാരെ പങ്കെടുപ്പിച്ച് കൊണ്ടിട്ടുള്ള ആ ഒരു ബൃഹത്തായുള്ളൊരു മേക്കിംഗ്, അതിന് കൈയടി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നലെ ധനുഷ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന് രാവിലെ. അതായത് നമ്മുടെ വേർപ്പും രക്തവും എല്ലാം 3 വർഷത്തെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ അറിയാം, ചുമ്മാ ഒരു പടമൊന്നുമല്ല, അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ തീം, അത് സംസാരിക്കേണ്ട തീമാണല്ലോ. ധനുഷിൻ്റെ അസുരൻ പോലെ, ധനുഷിൻ്റെ ആടുകളം പോലെ, അല്ലെങ്കിൽ ധനുഷ് ചെയ്ത ഒരുപാട് മികച്ച വേഷങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഈ സിനിമയും ചേർത്ത് വയ്ക്കാം. അതെ, അതായത് അരുണിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടതിൽ ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു 3 പാർട്ട് കഥയാണ്. അതിൽ രണ്ടാമത്തെ ഇടയ്ക്കുള്ളൊരു കഥയാണ് നമ്മളിപ്പോൾ കണ്ട. അപ്പോൾ ഇതിനൊരു പ്രീക്വലും ഉണ്ട്, സീക്വലും ഉണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ സിനിമയുടെ അവസാനം തന്നെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പുള്ളി പറയുന്നുണ്ട് ഈ പടം നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ചെയ്യാം. അത് വരുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഇതിൽ ക്യാപ്റ്റൻ മില്ലർ മാത്രമല്ല, ശിവണ്ണയുടെ ആയാലും നമ്മുടെ സന്ദീപ് കൃഷ്ണൻ്റെ ആയാലും പ്രിയങ്കയുടെ ആയാലും ഒക്കെ ഇനിയും കഥകൾ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഒരു ബ്രിട്ടീഷ് പീരീഡിലുള്ളൊരു കഥയെ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് ശേഷവും അവരുടെ ഒരു പോരാട്ടമൊക്കെ സിനിമയിൽ കാണിക്കാൻ പറ്റും. അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുമ്പോൾ ആ സിനിമ നമ്മളിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുക. ഒന്നുകിൽ നമ്മളത് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരും. അപ്പോൾ ഇതൊരു ഇമ്പാക്റ്റ് ചെലുത്തുന്ന ഒരു സീരിയസ് വിഷയം സംസാരിച്ച സിനിമയാണ്. അപ്പം സിനിമയെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ഈ സിനിമയുടെ ഒരു കോർ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അരുണിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ കണ്ടിട്ടുള്ളവർക്കും അയാളുടെ ഒരു ബിഗ് സ്കെയിൽ കാലിബർ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ പുള്ളിയിൽ നിന്നും നമുക്ക് ഇനി പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒരുപാട് പ്രതീക്ഷിക്കും. ഓക്കെ, താങ്ക് യു.